നമസ്കാരം, പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. റോമ നഗരം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു എന്ന പ്രയോഗം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രയോഗങ്ങളിലൊന്നാണ്. നമ്മുടെ മലയാളത്തിലും ഇത് വളരെ ഗൗരവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. നീറോ ചക്രവർത്തിയുടെ ജീവിതകാലം ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ളതാണെങ്കിലും നീറോ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഭരണാധികാരികളുടെ നിരുത്തരപരമായ പ്രവൃത്തികൾ അവരെ നീറോയോട് ഉപമിക്കുന്നതിന് കാരണമാകുന്നു. റോമ നഗരം കത്തുമ്പോൾ വീണ വായിച്ച നീറോയുടെ കഥ ലോകമുള്ള കാലത്തോളം ആവർത്തിക്കപ്പെടും. കലയെ അഗാധമായി സ്നേഹിച്ച ക്രൂരനായ പ്രതിഭയും ബഹുമുഖ വ്യക്തിത്വങ്ങളുടെ ഉടമയുമായിരുന്ന നീറോ ചക്രവർത്തിയുടെയും വീണ വായനയുടെയും കഥകൾ നമുക്ക് നോക്കാം. AD 37 നീറോ ജനിക്കുന്നത്. ലൂസിയസ് ഡൊമിറ്റിയസ് അഹേനോബാർബസ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ചെറുപ്പത്തിലെ നീറോ തത്വചിന്തയും കാവ്യമീമാംസയും ഒക്കെ അഭ്യസിച്ചു. അന്ന് റോം ഭരിച്ചിരുന്നത് നീറോയുടെ വകയിലുള്ള ഒരമ്മാവനായിരുന്നു. ക്ലോഡിയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നീറോയ്ക്ക് 11 വയസ്സുള്ളപ്പോൾ AD 48 നീറോയുടെ പിതാവ് മരിച്ചു. തുടർന്ന് അമ്മ ചക്രവർത്തിയായ ക്ലോഡിയസിനെ വിവാഹം ചെയ്തു. ക്ലോഡിയസിൻ്റെ പിതാവിൻ്റെ പേരിൽ നിന്നാണ് നീറോ എന്ന പേരുണ്ടായത്. നീറോയെ ഏറെ സ്നേഹിച്ച ക്ലോഡിയസ് തൻ്റെ പിന്തുടർച്ച അവകാശം സ്വന്തം മകന് നൽകുന്നതിന് പകരം നീറോയ്ക്കാണ് നൽകിയത്. മാത്രമല്ല, തൻ്റെ മകൾ ഒക്ടോവിയെ നീറോയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. AD 54 ക്ലോഡിയസ് രാജാവ് മരിച്ചു. ക്ലോഡിയസിൻ്റെ ഭാര്യ, അതായത് നീറോയുടെ അമ്മ, ക്ലോഡിയസിന് വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ആരോപണം അക്കാലത്തുണ്ടായിരുന്നു. ക്ലോഡിയസിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് സെനറ്റിന് മുമ്പിൽ റോമിൻ്റെ ചക്രവർത്തിയായി സ്വയം അവരോധിക്കുകയായിരുന്നു നീറോ. നീറോ ചക്രവർത്തി ആയതോടുകൂടി അമ്മ അഗ്രിപ്പന മകനെ തൻ്റെ വരുതിക്കുള്ളിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീറോയുടെ വ്യക്തിജീവിതത്തിലും അഗ്രിപ്പന ഇടപെടാൻ തുടങ്ങി. അടിമയായിരുന്ന ഒരു സ്ത്രീയുമായി നീറോയ്ക്ക് ഒരു വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നത് കാണിച്ച് നീറോയുടെ ദാമ്പത്യത്തെ തകർക്കാൻ അമ്മ ശ്രമിച്ചു. പിന്നീട് വളർത്തുപിതാവായ ക്ലോഡിയസിൻ്റെ യഥാർത്ഥ മകനെ നീറോയ്ക്ക് എതിരാക്കുന്നതിലും അമ്മ വിജയിച്ചു. ആ ക്ലോഡിയസിൻ്റെ യഥാർത്ഥ മകൻ അകാല ചരമം പ്രാപിക്കുകയാണ് ഉണ്ടായത്. നീറോ വിഷം കൊടുത്ത് കൊന്നതാണ് അതെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് ജനങ്ങളെ നീറോയ്ക്കെതിരെ തിരിക്കാനും അഗ്രിപ്പന ശ്രമിച്ചു. ഒടുവിൽ നീറോയ്ക്ക് കൊട്ടാരത്തിൽ നിന്നും അമ്മയെ പുറത്താക്കേണ്ടി വന്നു. കുറച്ചു കാലത്തിന് ശേഷം നീറോ അടിമ പെണ്ണിനെ ഉപേക്ഷിച്ച് മൂന്നാമത് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. കൊട്ടാരത്തിന് വെളിയിലായെങ്കിലും അമ്മ നീറോയ്ക്കെതിരെ കരുക്കൾ നീക്കിയപ്പോൾ നീറോയുടെ ഉത്തരവ് പ്രകാരം സൈന്യം അമ്മ അഗ്രിപ്പനയെ വധിക്കുകയാണുണ്ടായത്. ഭരണാധികാരി എന്ന നിലയിൽ നീറോ വളരെ പേരെടുത്തിരുന്നു. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഒഴിവാക്കിയതും അടിമകൾക്ക് യജമാനന്മാർക്കെതിരെ പരാതി നൽകാൻ സൗകര്യമുണ്ടാക്കിയതും നീറോയുടെ സുപ്രധാന ഭരണ നടപടികളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും നീറോ മുമ്പിൽ നിന്നു. സുഖലോലുപ ജീവിതം നയിക്കാൻ നീറോ എന്നും ഇഷ്ടപ്പെട്ടിരുന്നു. രാജ്യം ദാരിദ്ര്യത്തിൽ നട്ടം തിരിയുമ്പോഴും കലാപരിപാടികൾക്ക് ക്രമാതീതമായി പണം ചെലവഴിക്കുന്നതിന് നീറോ ഒരു മടിയും കാണിച്ചിരുന്നില്ല. കവി, ഗാനരചയിതാവ് എന്ന നിലയിലും നീറോ പേരെടുത്തു. വിമർശനങ്ങളെ നീറോ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരെങ്കിലും വിമർശിച്ചാൽ അവരെ കൊല്ലുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ വിമർശിച്ചവരെയൊക്കെ എങ്ങനെയൊക്കെ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുക. ഒട്ടേറെ പ്രശസ്തരായ രാജാക്കന്മാർക്ക് ജന്മം നൽകിയ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ചക്രവർത്തിയാണ് നീറോ. അന്ന് യൂറോപ്പിൻ്റെ ഭരണ ഹൃദയ കേന്ദ്രമായിരുന്നു റോം. പുകൾപെറ്റ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത്. സമ്പന്നരും പാവപ്പെട്ടവരും മധ്യവർഗത്തിലെ ആളുകളും നഗരത്തിൽ താമസമുറപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർ പൊതുവെ പലകകളും തടികളും ഉപയോഗിച്ചുള്ള വീടുകളിലാണ് കഴിഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിലാണ് AD 64 ജൂലൈ 18 രാത്രിയിൽ റോമിൽ തീപിടുത്തമുണ്ടായത്. തീ കത്തുവാൻ ആരംഭിച്ചത് 18 അർദ്ധരാത്രി ആയതിനാൽ ജൂലൈ 19 ആണ് റോമ കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോയുടെ ദിനമായിട്ട് കണക്കാക്കുന്നത്. റോമൻ ചരിത്രകാരനായ ടാസിറ്റസിൻ്റെ വിവരണങ്ങളിലൂടെയാണ് യൂറോപ്യൻ ചരിത്രത്തെ തന്നെ വളരെയേറെ സ്വാധീനിച്ച ഈ വമ്പൻ അഗ്നിബാധയുടെ ചുരുളുകൾ ലോകത്തിനായിട്ട് അഴിഞ്ഞു കിട്ടിയത്. തീ കത്തുമ്പോൾ നീറോ സംഗീത സബരസ്യയിലായിരുന്നു
എന്ന് വെളിപ്പെടുത്തിയതും ഇദ്ദേഹം തന്നെയാണ്. ജൂലൈയിലെ ഒരു പൂർണ്ണചന്ദ്ര രാത്രിയായിരുന്നു അത്. റോമാ നഗരം സുഖസുഷുപ്തിയിലാണ്ടിരുന്നു. നീറോ ചക്രവർത്തി അന്ന് നഗരത്തിലുണ്ടായിരുന്നില്ല. റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ തീരനഗരമായ ആൻറ്റിയത്തിൽ സുഖവാസത്തിലായിരുന്നു അദ്ദേഹം. നിലാവ് പെയ്യുന്ന ആ രാത്രിയിൽ റോം ഒരു അഗ്നികുണ്ഡമായും മാറി. അഗ്നി കണ്ട് നഗരവാസികൾ സംഭ്രമത്തിലായി. പലരും മരണത്തിന് കീഴടങ്ങി. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ജനങ്ങൾ അഭയകേന്ദ്രങ്ങൾ അന്വേഷിച്ച് ഓടി നടന്നു. പടർന്നു പിടിച്ച തീ അന്തരീക്ഷത്തിലെ ജീവവായുവിനെ നശിപ്പിച്ചു. പലരും ശ്വാസം മുട്ടലും കടുത്ത ദാഹവും മൂലം നഗരവാസികൾ നിരത്തുകളിൽ തളർന്നു വീണു. പുരാതന റോമിൽ അക്കാലത്ത് തന്നെ അഗ്നിരക്ഷാ സേനയുണ്ടായിരുന്നു. അവർ ദുരന്തമുഖത്തേക്ക് കുതിച്ചെത്തി. മണലും വെള്ളവും ഉപയോഗിച്ച് തീ കെടുത്തുവാൻ അവർ വൃഥാ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അഗ്നി പടരുന്നത് അവസരമാക്കി കൊള്ളക്കാർ കൊള്ളയടിക്കാൻ നഗരത്തിലിറങ്ങിയിരുന്നു. ചില കൊള്ളക്കാർ മനഃപൂർവ്വം തീ പടർത്താൻ കൂട്ടുനിന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 5 ദിവസങ്ങളോളം അഗ്നി നിന്നു കത്തി. ഇടയ്ക്കൊന്ന് ശമിച്ച ശേഷം വർദ്ധിത വീര്യത്തോടെ വീണ്ടും ദിവസങ്ങൾ കത്തി പടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ നീറോ ചക്രവർത്തി റോമിലെത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിച്ചു. പൊതു സ്ഥലങ്ങൾ അഭയാർത്ഥി കേന്ദ്രങ്ങളാക്കി തുറന്നു കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷം അഗ്നിയുടെ കലിയടങ്ങി അഗ്നി ശമിച്ചപ്പോഴേക്കും റോമിൻ്റെ 14 പ്രവിശ്യകളിൽ 10 പ്രവിശ്യകളും കത്തി നശിച്ചിരുന്നു. ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ആരായിരുന്നു ഈ തീക്ക് ഉത്തരവാദി എന്നൊരു ചോദ്യമുണ്ട്. കൊള്ളക്കാരോ, സ്വാഭാവികമായി സംഭവിച്ചതോ, അതോ നീറോ തന്നെയോ? നീറോ തന്നെയായിരുന്നു ഇതിന് പിന്നിലെന്നാണ് ആദ്യകാല ചരിത്രകാരന്മാർ പറയുന്നത്. റോമിലെ ചില ജനവാസ കോളനികൾ ഇടിച്ചു നിരത്തി കമനീയമായ കൊട്ടാരങ്ങളും ആഡംബര സൗധങ്ങളും പണിയുവാൻ നീറോ പദ്ധതിയിട്ടിരുന്നു അത്രേ. ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ തീ വച്ചതാണ് എന്നാണ് പഴയ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ. ഏതായാലും ജനനം മുതൽ തന്നെ തീവ്ര വിവാദങ്ങളുടെ കൂട്ടുകാരനായിരുന്നു നീറോ. ചക്രവർത്തിയുടെ വ്യക്തിത്വത്തിൽ എന്നേക്കുമായി കരിനിഴൽ വീഴ്ത്തിയ സംഭവമായിരുന്നു റോമിലെ അഗ്നിബാധ. അഗ്നി പടർന്നു പിടിച്ച സമയത്ത് നീറോ വീണ വായിച്ചു എന്നത് അങ്ങനെ പല കഥകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പ്രതീകാത്മകമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. വീണവായന വെറും സാങ്കല്പികമാണെങ്കിലും പ്രജകളെ ദ്രോഹിച്ച നീറോയെ പ്രജകളിൽ പലരും ഒരു ദുഷ്ടകഥാപാത്രമായി കണക്കാക്കിയിരുന്നു. അത്തരം ഒരു ഭരണാധികാരിയുടെ കാലത്തുണ്ടായ അഗ്നിബാധയ്ക്ക് കാരണം ഭരിക്കുന്ന ചക്രവർത്തിയാണെന്നും നഗരം കത്തിയെരിയുമ്പോൾ അയാൾ വയലിൻ വായിക്കുകയായിരുന്നുവെന്നും ആരോപടച്ചുണ്ടാക്കി. ഏതായാലും വീണ അന്ന് അക്കാലത്തുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഏറ്റുപാടി. ഏതായാലും നീറോയുടെ വീണ വായനയ്ക്കാണ് പ്രചാരം കൂടുതൽ ലഭിച്ചത്. അഗ്നിബാധയ്ക്ക് ശേഷം റോമാ സാമ്രാജ്യത്തിൻ്റെ കരുത്തനായ സെനറ്ററും ചക്രവർത്തിയും തമ്മിൽ വിദ്വേഷത്തിലാവുകയും അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയും സെനറ്റ് നീറോയെ ജനദ്രോഹിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിധി തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിയ നീറോ പല ഒളിച്ചോട്ടങ്ങൾ നടത്തിയെങ്കിലും 4 വർഷത്തിന് ശേഷം 68 ജൂൺ 9 നീറോ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോഴും 30 വയസ്സായിരുന്നു നീറോയ്ക്ക്. അദ്ദേഹം മുറിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ജോലിക്കാരൻ കണ്ടെത്തിയത്. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ ആദ്യ ഭാര്യയായ ഒക്ടോവിയയുടെ ചരമവാർഷിക ദിനം തന്നെയായിരുന്നു അദ്ദേഹം മരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് എന്നത് ഒരുപക്ഷെ അവരുള്ള സ്നേഹത്തിൻ്റെ അംശം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും എന്ന് ചിലർ കരുതുന്നുണ്ട്. ഏതായാലും റോം കത്തിയെറിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.